പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 87-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ഉറവകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ചെറിയ ചെറിയ ഉറവകൾ കൂടിച്ചേരുമ്പോൾ അരുവികൾ രൂപപ്പെടുന്നു. പല അരുവികൾ ഒന്നു ചേർന്ന് ഒഴുകുമ്പോൾ വലിയ നദികൾ ഉണ്ടാകുന്നു. ഉറവ പറ്റിയാൽ അരുവികളില്ല. അരുവിയിലെ ഒഴുക്ക് നിന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ നദി ഉണങ്ങിത്തുടങ്ങും. മത്സ്യമുൾപ്പെടെ വലിയ ജീവസമൂഹം ചത്തുപോവുകയും ചെയ്യും. ക്രമേണ നദിയും സമുദ്ര പ്രദേശങ്ങളും ഊഷര ഭൂമിയായി തീരുകയും ചെയ്യും. ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും, പ്രത്യേകിച്ച് കേരളത്തിലും നാം ഇത് അനുഭവിച്ച് അറിയുന്നവരാണ്. ഇതുപോലെ ലോകത്തിലെ സകല മനുഷ്യരും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന അനുഗ്രഹത്താലാണ്. ആമേൻ. നദിയിലെ ജീവജന്തുക്കൾ ജലത്തിൻ്റെ ഉറവയെക്കുറിച്ച് അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അതുപോലെ പലരും തങ്ങളുടെ ജീവന്റെ ആധാരമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല, അതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. ദൈവമൊന്ന് കണ്ണടച്ചാൽ, ഉറവയുടെ ഒഴുക്ക് നിർത്തിയാൽ, നിന്നുപോയാൽ നമ്മുടെ അടുത്ത ഭാവി എന്തായിരിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അനേക നൂറ്റാണ്ടുകളായി വറ്റാതെ നിൽക്കുന്ന ഉറവകൾ ലോകത്തിലുണ്ട്. നൂറുകണക്കിന് തലമുറകൾ കുടിച്ചിട്ടും വറ്റാതെ നിൽക്കുന്ന ഉറവയിലെ ജലത്തിൻ്റെ അളവ് അവർണ്ണനീയമാണ്. ഇനിയും പല നൂറ്റാണ്ടുകൾ അത് അങ്ങനെ തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യാം. ഇതെല്ലാം ഈ ലോകത്തിലെ ചില ഉദാഹരണങ്ങൾ മാത്രം. അതുപോലെ ദൈവത്തിൽ നിന്നും എത്രത്തോളം അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നോ, എത്രത്തോളമാണ് ദൈവാനുഗ്രഹം ആകുന്ന ഉറവയുടെ സംഭരണ ശേഷിയെന്നോ ആർക്കും അളക്കുവാൻ കഴിയുകയില്ല. ആത്മീയവും ഭൗതികവുമായ സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും പുറപ്പെടുന്നു. അത് വർണ്ണിച്ച് തീർക്കുവാൻ അസാധ്യമാണ്. രക്ഷയുടെ ഏക വഴി ആമേൻ ദൈവം മാത്രമാണ്. ദാഹജലത്തിനു വേണ്ടി ലോകപ്രകാരമുള്ള ഉറവയുടെ അടുക്കൽ എത്തിയ ശമരിയ സ്ത്രീ ജലത്തിൻ്റെ ഉറവ കർത്താവ് തുറന്നു കൊടുക്കുന്നു. ഒരു പാത്രം വെള്ളം മാത്രം കോരുവാൻ വന്നവൾ ഒരിക്കലും പറ്റാത്ത ജീവന്റെ ഉറവ കുടിച്ച് തൃപ്തനായി ദാഹം തീർത്തു. അവൾ മടങ്ങുവാനിടയായി. അവൾ സ്വയം കുടിച്ച് ദാഹം തീർന്നു എന്ന് മാത്രമല്ല, അനേകരുടെ ആത്മീയ ദാഹം തീർക്കുവാനുമുള്ളതായി അവൾ മാറി. ആമേൻ. എന്നാൽ നാം എന്തു ചെയ്താലും ജീവനുള്ള ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ മറ്റാർക്കും കഴിയുകയുമില്ല. അതിനുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഉറവയിൽ നിന്നും ആരെങ്കിലും കുടിച്ചാൽ കുടിക്കുന്നവൻ്റെ ദാഹം തീരുന്നതിനോടൊപ്പം കുടിച്ചവൻ്റെ ഉള്ളിൽ നിന്നും ഒരു പുതിയ ഉറവ തുറന്നു വരികയും ചെയ്യും. കുടിക്കുകയും അനേകരെ കുടിപ്പിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ഉറവ അത് സഞ്ചരിക്കുന്ന ഉറവയായി തീരും. നാം ഓരോരുത്തരും അങ്ങനെ ആയി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തൈലം, ആമേൻ, സ്വത്രം, ആമേൻ. തൈലം ഔഷധ ഗുണമുള്ളതാണെങ്കിലും ചത്ത ഒരു ഈച്ച അതിൽ കിടന്നാൽ തൈലം താറുമാറാകുമെന്നും അത് പ്രയോജനരഹിതമായിരിക്കുമെന്നും തിരുവചനം പറയുന്നു. എത്ര വളരെ ദാഹമുള്ളവനായാലും ആർത്തിയോടെ വെള്ളം കുടിക്കുവാൻ കോരുന്ന കിണറ്റിൽ ചത്ത ഒരു പട്ടി കിടക്കുന്നത് കണ്ടാൽ അവൻ അതിൽ നിന്നും കുടിക്കുകയില്ല. നമ്മിലുള്ള ഉറവ അടഞ്ഞു പോകാതിരിക്കുവാനും അതിൻ്റെ ഒഴുക്ക് നിന്നു പോകാതിരിക്കുവാനും വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഉറവകൾ പുറത്തേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ അത് എന്നും ശുദ്ധമായിരിക്കുകയുള്ളൂ. ഉറവ ഉള്ളവർക്ക് മാത്രമേ ഒഴുക്കുവാൻ കഴിയുകയുമുള്ളൂ. അതുപോലെ ദൈവത്തിൽ നിന്നും കുടിച്ച് തൃപ്തരായി ചൈതന്യം പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാനും കഴിയുകയുള്ളൂ. നാം മറ്റുള്ളവരെ കുടിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ നിത്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. നമ്മുടെ ഉറവ മലിനമാകാതെ സൂക്ഷിച്ചുകൊണ്ട് ഭക്തന്മാരോട് കൂടെ ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. ഈ പ്രഭാതം ദൈവം പുതിയ ഉറവകൾ വീണ്ടും നമുക്കായി തുറന്നു തരട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നാം പ്രാപിച്ച
ഉറവ, നാം അനുഭവിച്ച ഉറവ, സ്തോത്രം, അനേകർക്ക് ഒരു നല്ല മാതൃകയുള്ള, നല്ല രുചിയുള്ള, മറ്റുള്ളവരെ ജീവൻ വെപ്പിക്കുന്ന നിലകളിൽ നാം ഈ നാളുകളിൽ സ്തോത്രം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നാം നിലനിൽക്കണം. അനേകർ ജീവന്റെ ഉറവ നഷ്ടപ്പെടുത്തുമ്പോൾ, അനേകരുടെ ജീവന് ജീവനും അവരുടെ സമ്പത്തിനും പ്രാപിച്ച ഉറവകൾ അത് പ്രയോജനരഹിതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, ഞാൻ പ്രാപിച്ചത് അനേകർക്ക് ആശ്വാസമായി തീരണം, അനേകർക്ക് ജീവന്റെ ഉറവയായി തീരണമെന്ന് നമുക്ക് സ്തോത്രം ഇന്ന് പ്രഭാതം ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ കർത്താവെ ഒരു കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാപിച്ച ഉറവകൾ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ അനേകർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ കർത്താവെ അത് സ്തോത്രം കർത്താവെ ലോകപ്രകാരമുള്ള ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നാഥ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിശ്വസ്തയോടുകൂടെ കർത്താവ് വിശുദ്ധിയോടുകൂടെ ഞങ്ങൾ പ്രാപിച്ച ഉറവയെ സൂക്ഷിച്ചുകൊണ്ട് നിത്യ സന്തോഷത്തിലേക്കും നിത്യതയ്ക്കായും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.